നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവം 5 RSS BJP നേതാക്കൾ അറസ്റ്റിൽ. ഊട്ടിയിൽ വന്യമൃഗം ഭക്ഷിച്ച നിലയിൽ സ്ത്രീയുടെ മൃതദേഹം. വവ്വാലുകൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ. സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. ചെത്തുതൊഴിലാളിയുടെ വാരിയലിന് പരിക്ക്. മുഷിമീനിന്റെ കുത്തേറ്റു. തലശ്ശേരിയിൽ യുവാവിന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റി. ആത്മസമർപ്പണത്തിന്റെ നിറവിൽ പൊങ്കാല നിവേദിച്ച് ഭക്തർ. നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവത്തിൽ 5 RSS BJP നേതാക്കൾ അറസ്റ്റിൽ. പ്രാദേശിക നേതാക്കളായ മഹേഷ്, കൃഷ്ണകുമാർ, ഹരികുമാർ, സൂരജ്, അനൂപ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തടഞ്ഞു നിർത്തിയതിനും മുദ്രാവാക്യം വിളിച്ച് പ്രശ്നമുണ്ടാക്കിയതിനുമാണ് കേസ്. സംഭവത്തിൽ സ്വമേധയാ നെയ്യാറ്റിൻകര പോലീസ് കേസെടുക്കുകയായിരുന്നു. ഗാന്ധിമിത്ര മണ്ഡലം സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ പി ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിനെത്തിയ തുഷാർ ഗാന്ധിയെ BJP കൗൺസിലർ മഹേഷിന്റെ നേതൃത്വത്തിലാണ് തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയത്. RSSനെതിരെയുള്ള പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് RSS BJP അക്രമികൾ വഴി തടഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. RSS മുർദാബാദ് എന്നും ഗാന്ധിജി സിന്ദാബാദ് എന്നും മുദ്രാവാക്യം മുഴക്കിയ അദ്ദേഹം പ്രതിഷേധക്കാരെ വകവെക്കാതെ കാറിൽ കയറി പോവുകയായിരുന്നു. രാജ്യത്തിന്റെ ആത്മാവിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നുവെന്നും സംഘപരിവാറാണ് ക്യാൻസർ പടർത്തുന്നതെന്നും തുഷാർ ഗാന്ധി പ്രസംഗിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് RSS BJP പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിച്ചത്. എന്നാൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ തുഷാർ ഗാന്ധി ഗാന്ധിജിക്ക് ജയ് വിളിച്ച ശേഷം മടങ്ങുകയായിരുന്നു. ഊട്ടിയിൽ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. പൊമ്മൻ സ്വദേശി ഗോപാലന്റെ ഭാര്യ അഞ്ജലൈ 52 മരിച്ചത്. തേയിലത്തോട്ടത്തിന് സമീപം കുറ്റിക്കാട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വന്യമൃഗം ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. എന്നാൽ ആക്രമിച്ചത് കടുവയാണോ പുലിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഊട്ടിക്കു സമീപം മൈനല അരക്കാട് ഭാഗത്തുള്ള തേയിലത്തോട്ടത്തിൽ ജോലിക്കു പോയ അഞ്ജലയെ ഇന്നലെ രാത്രി മുതൽ കാണാതായിരുന്നു. ഇന്നു രാവിലെ തോട്ടത്തിലെത്തിയ തൊഴിലാളികൾ സമീപത്തെ കുറ്റിക്കാട്ടിൽ അനക്കം കണ്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തോട്ടത്തിൽ നിന്ന് 20 മീറ്ററോളം ദൂരെ ഇവരെ വലിച്ചിഴച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന വന്യമൃഗത്തെ കണ്ടെത്താനായി 10 ക്യാമറകളും കൂടുകളും സ്ഥാപിക്കാനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വരെ ഈ ഭാഗത്തെ തോട്ടങ്ങളിൽ തൊഴിലാളികൾ വരാൻ പാടില്ലെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. ബ്ലോക്ക് 3-ലെ ചെത്തുതൊഴിലാളിക്ക് പരിക്ക്. അമ്പലക്കണ്ടി സ്വദേശി PK പ്രസാദിനെയാണ് ആന ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പ്രസാദിന്റെ വാരിയെല്ലുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി പ്രസാദിനെ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറളം ഫാമിൽ കാട്ടാന ആക്രമണം പതിവ് കാഴ്ചകളിൽ ഒന്നായി മാറുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ 13-ാം ബ്ലോക്കിലെ ദമ്പതികൾക്ക് പരിക്കേറ്റത്. ഇരുചക്ര വാഹനത്തിൽ പണിക്ക് പോകുന്നതിനിടെയായിരുന്നു ആനയുടെ മുന്നിൽപ്പെട്ടത്. ഫെബ്രുവരി 23-ന് ആറളത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ടിരുന്നു. ആറളം ഫാം ബ്ലോക്ക് 13-ലാണ് സംഭവം. വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. ഇരുവരും കശുവണ്ടി ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയാണിത്. ആറളം ഫാം പുനരധിവാസ മേഖലയാക്കിയതിനു ശേഷം 19 ജീവനുകളാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24-ന് ആറളം ഫാമിലെ ആനമതിൽ നിർമ്മാണം പൂർത്തിയാവേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും 4 കിലോമീറ്റർ മാത്രമാണ് മതിൽ നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാകാത്തതാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാൻ കാരണമെന്നാണ് ആറളം നിവാസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ്. കെ രാധാകൃഷ്ണനെ സമൻസ് അയച്ച് ED. കെ രാധാകൃഷ്ണൻ MPക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശം. ഇന്നലെ ഹാജരാവാനാണ് നിർദ്ദേശം സമൻസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഡൽഹിയിൽ ആയിരുന്നതിനാൽ സമൻസ് കൈപ്പറ്റാൻ കഴിഞ്ഞിരുന്നില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടന്ന ഘട്ടത്തിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ. ED സമൻസ് ലഭിച്ചതായി MPയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. കേസിൽ അവസാനഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കെ രാധാകൃഷ്ണനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് സമൻസ് അയച്ചത്. ആദ്യഘട്ട കുറ്റപത്രം ED സമർപ്പിച്ചിരുന്നു. നോട്ടീസ് വന്നതായി PA അറിയിച്ചതായി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്നാണ് സമൻസ് ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സമൻസ് വിശദമായി പരിശോധിച്ച ശേഷം കൂടുതൽ പ്രതികരണം നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞു.
അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പൊളിറ്റിക്കൽ ക്ലിയറൻസിനായി ഇഡി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. ചില നേതാക്കളെ ചോദ്യം ചെയ്യാനുണ്ടെന്നും തൃശൂരിലെ 2 പ്രമുഖ നേതാക്കളെ അടക്കം പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതിനുമാണ് ഇഡി കേന്ദ്രത്തെ സമീപിച്ചത്. ഇതിന് പിന്നാലെയാണ് കെ രാധാകൃഷ്ണന് സമൻസ് അയച്ചിരിക്കുന്നത്. തലശ്ശേരിയിൽ മുഷിമീന്റെ കുത്തേറ്റ യുവാവിന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റി. മാടപ്പീടിക ഗുംട്ടിയിലെ പൈക്കാട്ട് കുനിയിൽ ടി രജീഷിന്റെ കൈപ്പത്തിയാണ് മുറിച്ചുമാറ്റിയത്. വിരലിനേറ്റ മുറിവിലൂടെ ബാക്ടീരിയ ശരീരത്തിലേക്ക് കടന്ന് ഗ്യാസ് ഗാംഗ്രീൻ എന്ന രോഗാവസ്ഥയിലെത്തിയതോടെയാണ് രജീഷിന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റേണ്ടി വന്നത്. കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളത്തിലുണ്ടാകുന്ന ക്ലോസ്ട്രിഡിയം പെർഫ്രിഗൻസ് എന്ന ബാക്ടീരിയ ശരീരത്തിലേക്ക് കടന്നതാണ് ഇത്തരമൊരു രോഗാവസ്ഥയ്ക്ക് കാരണമായത്. കഴിഞ്ഞ ദിവസം കുളം വൃത്തിയാക്കുന്നതിനിടെയാണ് രജീഷിന് മീനിന്റെ കുത്തേറ്റത്. വേദന കലശലായതോടെ സമീപത്തെ ഡോക്ടറെ കാണിച്ചു. കഠിനമായ വേദനയ്ക്കൊപ്പം വിരലിലും കൈപ്പത്തിയിലും കുമിളകൾ രൂപപ്പെട്ടിരുന്നു. തുടർന്ന് വേദന കഠിനമായതോടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഗ്യാസ് ഗാംഗ്രീൻ രോഗബാധ സ്ഥിരീകരിച്ചത്. ശേഷം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആദ്യം 2 വിരൽ മുറിച്ചെങ്കിലും മാറ്റമുണ്ടായില്ല. പിന്നാലെ പഴുപ്പ് വ്യാപിക്കാൻ തുടങ്ങിയതോടെയാണ് കൈപ്പത്തി മുറിച്ചുമാറ്റിയത്. പൊങ്കാല നിവേദിച്ച് ഭക്തലക്ഷങ്ങൾ. ഉച്ചയ്ക്ക് 1:15 ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചു. തുടർന്ന് വഴിനീളെ ഒരുക്കിയ പൊങ്കാല കലങ്ങളിൽ പുണ്യാഹം തെളിച്ചു. രാവിലെ 10:15 ക്ഷേത്രത്തിനു മുന്നിലെ പണ്ടാരയടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരിയാണ് തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നത്. തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ പണ്ടാര അടുപ്പിലും അവിടെ നിന്ന് ഭക്തർ ഒരുക്കിയ അടുപ്പുകളിലേക്കും പകർന്നു. വൈകിട്ട് 7:45 കുത്തിയോട്ട നേർച്ചക്കാർക്കുള്ള ചൂരൽ കുത്ത് 582 ബാലന്മാരാണ് ഇക്കുറി കുത്തിയോട്ടത്തിനുള്ളത്. രാത്രി 11:15 മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കും. വെള്ളിയാഴ്ച രാവിലെ എഴുന്നള്ളത്ത് തിരിച്ച് ക്ഷേത്രത്തിലെത്തും. രാത്രി 10 കാപ്പഴിച്ച് കുടിയിളക്കി 1 മണിക്ക് നടക്കുന്ന കുരുതി സമർപ്പണത്തോടെ പൊങ്കാല ഉത്സവം സമാപിക്കും. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കരുത്തേക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗം പുതിയ വിജ്ഞാന സാധ്യതകളെ അനുസരിച്ച് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി അതിന് കൂടുതൽ കരുത്തേകുമെന്നും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രഖ്യാപനവും ജില്ലാതല സമിതി ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ സൗഹൃദ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, മൂല്യനിർണയ രീതിശാസ്ത്രം പരിഷ്കരിക്കുകയും സമഗ്രമായി നടപ്പാക്കുകയും ചെയ്യുക, അധ്യാപക പരിശീലനം നവീകരിക്കുക, വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾ നവീകരിക്കുക, ഗുണമേന്മ വിദ്യാഭ്യാസത്തിനായി സമൂഹത്തിലെ മറ്റ് സ്ഥാപനങ്ങൾ, വകുപ്പുകൾ, സമിതികൾ എന്നിവയുടെ സഹകരണം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി അധ്യക്ഷയായി. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യ അതിഥിയായി. കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ വി പ്രേമരാജൻ സംസ്ഥാനതല പ്രവർത്തന അവതരണം നടത്തി. സമഗ്ര ശിക്ഷ കണ്ണൂർ DPC EC വിനോദ്, വിദ്യാകിരണം കോഓർഡിനേറ്റർ KC സുധീർ എന്നിവർ ജില്ലാതല പ്രവർത്തനങ്ങളും ജില്ലാതല തുടർ പ്രവർത്തനങ്ങളും വിവരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, DD ഇൻചാർജ് AS ബിജേഷ്, കണ്ണൂർ RDD R രാജേഷ് കുമാർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മേപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ജില്ലാ വിദ്യാഭ്യാസ സമിതി രൂപീകരണത്തിലും സെമിനാറിലും പങ്കെടുത്തു. ജില്ലാതല വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാതല വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചു. സമിതിയിൽ ജില്ലയിലെ മന്ത്രിമാർ, രക്ഷാധികാരിയും MP-മാരും MLA-മാരും ഉപരക്ഷാധികാരികളുമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ ആസൂത്രണ സമിതി ചെയർമാനുമാണ് സമിതിയുടെ അധ്യക്ഷന്മാർ. മേയർ, മുനിസിപ്പൽ ചെയർമാൻ, ഉപ അധ്യക്ഷരും ജില്ലാ കളക്ടർ സെക്രട്ടറിയുമാണ്. വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് കൺവീനർ. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, ഡയറ്റ് പ്രിൻസിപ്പൽ, SSK, DPC, DEO, AAEO പ്രതിനിധി എന്നിവർ അംഗങ്ങളുമായാണ് സമിതി രൂപീകരിച്ചത്.
പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി ബ്ലോക്ക് തലത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും വിദ്യാഭ്യാസ സമിതികൾ രൂപീകരിക്കും. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ക്വിസ് മത്സരവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ജില്ലാ സപ്ലൈ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ജില്ലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും ബോധവൽക്കരണ ക്ലാസും നടത്തി. കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ് ഉദ്ഘാടനം ചെയ്തു. ക്വിസ് മത്സരത്തിൽ കൂത്തുപറമ്പ് HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇ ശ്രീലക്ഷ്മി ഒന്നാമതെത്തി. GHSS പാട്യം 10ാം ക്ലാസ് വിദ്യാർത്ഥി എ വേദിക 2ാം സ്ഥാനവും മമ്പറം HSSലെ ടി അദ്വൈത് സുഷജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ സപ്ലൈ ഓഫീസർ ജി സുമ അധ്യക്ഷനായി. കണ്ണൂർ നോഡൽ ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ ഡോക്ടർ വിഷ്ണു എസ് ഷാജി ഭക്ഷ്യവസ്തുക്കളെ മായം സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. TV ശ്രീനാഥ് ആയിരുന്നു ക്വിസ് മാസ്റ്റർ. കതിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ N സുധീഷ്, കതിരൂർ GHSS പ്രധാന അധ്യാപിക D ബിന്ദു, ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ KP മുസ്തഫ, തലശ്ശേരി താലൂക്ക് അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ സുനിൽ കുമാർ, കൺസ്യൂമർ ക്ലബ് കോർഡിനേറ്റർ P അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിൽ വിസ തട്ടിപ്പുകൾ ജാഗ്രത വേണമെന്ന യുവജന കമ്മീഷൻ. സംസ്ഥാനത്ത് തൊഴിൽ വിസ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവരും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികളും ജാഗ്രത പുലർത്തണമെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ പറഞ്ഞു. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ യുവജന കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം മുടക്കുന്നതിന് മുമ്പ് ഏജൻസിയെക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും ഗൗരവമായി അന്വേഷിക്കണം. ഇതൊന്നും അന്വേഷിക്കാതെ പലരും വിദേശത്ത് പെട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കഴിയുന്നതും സർക്കാർ അംഗീകൃത സേവനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ലഭ്യമാക്കുന്നതിന് കമ്മീഷൻ ഇടപെടും. യുവജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും ചെയർമാൻ പറഞ്ഞു. സിറ്റിംഗിൽ പരിഗണിച്ച 38 പരാതികളിൽ 70 തീർപ്പാക്കി. 17 അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പുതുതായി 8 പരാതികൾ ലഭിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തിപ്പെടുത്തൽ, എയ്ഡഡ് നിയമനം, അംഗീകാരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. യുവജന കമ്മീഷൻ അംഗങ്ങളായ KP ഷജീറ, PP രൺദീപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സക്രിയ, അസിസ്റ്റന്റ് P അഭിഷേക് എന്നിവർ പങ്കെടുത്തു. വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്ന് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. പശ്ചാത്തല മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകി ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ അവതരിപ്പിച്ചു. 41,31,190 രൂപ പ്രാരംഭമാക്കിയും 19,01,60,250 രൂപ വരവും 19,12,81,092 രൂപ ചെലവും 30,09,547 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ബജറ്റ് ഇത്തവണ ഊന്നൽ നൽകിയത്. എടഞ്ഞൂർ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കാൻ 20 ലക്ഷം രൂപ, പെരുമുണ്ടേരി കുടിവെള്ള പദ്ധതിക്ക് 8.5 ലക്ഷം രൂപ, മുക്കിച്ചാണ്ട കുടിവെള്ള പദ്ധതിക്ക് 7 ലക്ഷം രൂപ, സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങൾക്ക് 14 ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തി. ഗ്രാമീണ റോഡുകളുടെ നടപ്പാതകളുടെയും പുനരുദ്ധരണത്തിന് 4.5 കോടി രൂപയാണ് ബജറ്റ് വിലയിരുത്തിയത്. തീരദേശ മേഖലയെ ചേർത്ത് പിടിച്ച ബജറ്റ് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് മികച്ച പിന്തുണയാണ് നൽകിയത്. തീരദേശ മേഖലയിലെ പദ്ധതികൾക്ക് വേണ്ടി 19 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. വ്യക്തിഗത സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിന് 25 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖല, മൃഗസംരക്ഷണം എന്നിവ ഉൾപ്പെടെ ഉൽപാദന മേഖലയിൽ 86 ലക്ഷം രൂപയാണ് ബജറ്റ് വകയിരുത്തിയത്. ശുചിത്വവും മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് 31 ലക്ഷം രൂപ വകയിരുത്തി. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MK സേതു അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി KC ലത, അക്കൗണ്ടന്റ് PK സുധീഷ്, നിർവ്വഹണ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. സംരംഭക മേഖലയിലും മാതൃകയായി ഹരിതകർമ്മസേന. സംരംഭക മേഖലയിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തുകയാണ് കണ്ണപുരം പഞ്ചായത്തിലെ സംരംഭക കൂട്ടായ്മ ഹരിതശ്രീ. കണ്ണപുരത്തെ 22 അയൽക്കൂട്ടം സ്ത്രീകളാണ് 7 സംരംഭങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പാഴ്ത്തുണികൾ കൊണ്ട് നിർമ്മിക്കുന്ന ചെടിച്ചട്ടികൾ, LED ബൾബ് റിപ്പയറിംഗ്, തുണി സഞ്ചി നിർമ്മാണം, ഇനോക്കുലം ഡിഷ് വാഷിംഗ് നിർമ്മാണ യൂണിറ്റ്, ഹരിതകർമ്മ ശ്രീ ക്ലീനിംഗ് യൂണിറ്റ്, ഹരിത മംഗല്യം എന്നിങ്ങനെ 7 സംരംഭങ്ങൾ
6 വർഷമായി കണ്ണപുരം പഞ്ചായത്തിന്റെ കുടുംബശ്രീ CDSന്റെയും മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പഞ്ചായത്തിന്റെ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സാമ്പത്തിക സഹായവും സംരംഭകർക്ക് ലഭിക്കുന്നുണ്ട്. അത്യാധുനിക മെഷീൻ സൗകര്യം ഉപയോഗിച്ചുള്ള ക്ലീനിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള സംരംഭങ്ങൾ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K. രതി പറഞ്ഞു. ഹരിത കർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് K. നിഷിത, സെക്രട്ടറി K. V. ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹരിതശ്രീ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്മാർട്ടായി ചിറക്കൽ വില്ലേജ് ഓഫീസ്. പുതിയ കെട്ടിട ഉദ്ഘാടനം 14-ന്. ചിറക്കൽ വില്ലേജ് ഓഫീസ് ഇനി സ്മാർട്ടാകും. ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം മാർച്ച് 14 വെള്ളിയാഴ്ച രാവിലെ 11-ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നാടിന് സമർപ്പിക്കും. K. V. സുമേഷ് MLA അധ്യക്ഷനാകും. MP മാരായ K. സുധാകരൻ, ഡോക്ടർ V. ശിവദാസൻ, അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. വില്ലേജ് ഓഫീസറുടെ മുറി, കാത്തിരിപ്പ് കേന്ദ്രം, ഡൈനിങ് റൂം, മറ്റ് ഓഫീസ് റൂം, 3 ടോയ്ലറ്റ്, റാമ്പ് എന്നിവ ഉൾപ്പെടെ 106 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 9 മാസം കൊണ്ടാണ് കെട്ടിടത്തിന്റെ സിവിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. വില്ലേജ് ഓഫീസുകളുടെ മുഖച്ഛായ മാറ്റുന്ന സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതിയിലൂടെ ചിറക്കൽ വില്ലേജ് ഓഫീസും സ്മാർട്ടാകുമ്പോൾ ജനങ്ങൾക്ക് സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാകും.